അങ്ങയുടെ കരങ്ങളിലേക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പാപിനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയതുപോലെ പത്രോസിന്റെ കരച്ചിലിൽ മനം നൊന്ത് കരഞ്ഞ ആ പ്രേക്ഷ ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ തെരുവിൽ സഭയെ സ്ഥാപിക്കുവാൻ വാഗ്ദാനം ചെയ്ത ഈശോയെ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവന്റെ ജീവിത വഴികളിലെ ഓരോ അനീതിപരമായ അറപ്പുരകൾ പൊളിച്ചു പണിഞ്ഞ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും അരൂപിയിലേക്ക് അവന്റെ മനസ്സാക്ഷിയെ നയിച്ച ഈശോയെ, വിധവയുടെ കൊച്ചുകാശിനെ പ്രകീർത്തിച്ച തമ്പുരാനെ, കാണാതെ പോയ ആടിനെ തോളിലേറ്റി സ്വർഗീയപിതാവിന്റെ കരുണ നിറഞ്ഞു തുളുമ്പുന്ന മടിയിലേക്ക് ആനയിച്ച തമ്പുരാനെ, ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ. ശക്തമായി വചനത്തിന്റെ അഗ്നി ഒഴുകണമേ. കിടപ്പ് രോഗികളെയും ക്യാൻസർ ബാധിതരെയും കോവിഡ് മൂലം മാനസികവും ശാരീരികവുമായി തകർന്നവരെയും പാപത്തിന്റെ ബന്ധനത്തിലും ദുശീലങ്ങളിലും ആയിരിക്കുന്നവരെയും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം കൊണ്ടും ഉദാശകളുടെ തൈലം കൊണ്ടും ബലിപീഠത്തിന്റെ ശക്തി കൊണ്ടും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന പൊന്നുതമ്പുരാന്റെ തിരുസാന്നിധ്യമായ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ ഈ നിമിഷം, ഈ രാത്രിയില് പാപികളുടെ മാനസാന്തരത്തിനും ബന്ധനങ്ങളിലായിരിക്കുന്നവരുടെ മോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സൗഖ്യത്തിന്റെ അമ്മേ, ഞങ്ങളിലേക്ക് അരൂപിയെ അയച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ സായംകാല രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നമ്മുടെ ജീവിതത്തില് 3 തലത്തിലുള്ള സൗഖ്യത്തിന്റെ ലേപനം ദൈവത്തിന്റെ കൃപയിൽ നിന്നും ഒഴുകിയിറങ്ങാനുണ്ട്. അത് ഞാൻ തന്നെ തീരുമാനിക്കണം. അതായത്, നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ വന്ന് മുട്ടുന്ന ഒരു ദൈവീക ഇടപെടലിന്റെ ചിത്രം നാം കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവിടെ നിന്ന് മുട്ടുകയല്ല, ജീവിതമാകുന്ന വാതിലിലൂടെ അവിടുന്ന് നമ്മളിലേക്ക് കരം നീട്ടുന്നു. ഒന്നുകൂടെ പറയുകയാണ്, ജീവിതത്തിൽ സൗഖ്യമുണ്ടാകാൻ ജീവിതമാകുന്ന വാതിലിലൂടെ ദൈവം കരം നീട്ടാറുണ്ട്. ആ കരം നീട്ടൽ പല വിധത്തിലാണ് നാം അനുഭവിക്കുന്നത്. അത് ഞാൻ അനുഭവിക്കണമെങ്കിൽ ദൈവവുമായിട്ട് അഭേദ്യമായ അല്ലെങ്കിൽ ആഴമായ ഒരു ബന്ധം ഞാൻ സ്ഥാപിക്കണം. അതായത്, എൻ്റെ കാഴ്ചപ്പാടുകൾക്കും എൻ്റെ ജീവിതത്തിനും സൗഖ്യത്തിന്റെ വലിയ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ പിതാവായ ദൈവത്തെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ ക്ലിയർ ആവും. ദൈവം എനിക്ക് അപ്പനും അമ്മയുമായിട്ട് തോന്നണം. അസീസി പുണ്യവാന് ഈ ലോകത്തിലുള്ള പ്രപഞ്ചം മുഴുവനും സഹോദരീ സഹോദരന്മാരുടെ അനുഭവമാണ്. സ്വർഗീയ പിതാവിനെ അപ്പ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ലിസീവിലെ വിശുദ്ധ കൊച്ചുരേശിയായെ വേദപാരംഗതയാക്കി പ്രഖ്യാപിച്ച വിശുദ്ധമായ ചടങ്ങില് ദൈവാനുഗ്രഹം കൊണ്ടും ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടും എനിക്കും സംബന്ധിക്കുവാൻ ഇടയായി. വത്തിക്കാനിൽ ആ പരിശുദ്ധമായ നിമിഷത്തില് പിതാവിന്റെ ഹോമിലിയിൽ പിതാവ് ഇങ്ങനെ പറഞ്ഞു:
അസിസി പുണ്യവാൻ 12-ാം നൂറ്റാണ്ടില് സ്വർഗീയ പിതാവിനെ അപ്പ എന്ന് വിളിച്ച് അസീസിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ദൈവസ്നേഹത്തിന്റെ ഭ്രാന്ത് പിടിച്ചോടി നടന്ന ആ വിശുദ്ധനെ ഇങ്ങനെ ആക്കി തീർത്തത് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പൂവിടലായിരുന്നു. അപ്പ എന്ന് വിളിച്ച് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളില് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആ ഒരു കൃപ നമ്മളിലേക്ക് ഒഴുകും. നമ്മൾ സൗഖ്യമുള്ളവരായി. ഒരു മുടിയിഴ പോലും എണ്ണപ്പെട്ട തമ്പുരാന്റെ കൈവെള്ളയിലെ ആ ഒരു കരുതൽ നാം അനുഭവിക്കും. ഇന്നത്തെ ലാറ്റിൻ കുർബാനയുടെ സുവിശേഷത്തില് ഇങ്ങനെ സുവിശേഷകൻ വചനം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു കുരുവിക്കുഞ്ഞു പോലും തമ്പുരാൻ അറിയാതെ നഷ്ടപ്പെട്ടില്ല. അതാണ് ആ പിതൃസ്നേഹം. ഈ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, സൗഖ്യത്തിന്റെ അനുഭവമാണ്. അതായത് പരിപൂർണമായ സ്നേഹത്തിലുള്ള ഒരു ലഹരിയാണ്. അതാണ് സൗഖ്യം എന്ന് പറയുന്നത്. അതായത് ഒരു ബന്ധനവുമില്ലാതെ പിതാവേ എന്ന് വിളിക്കാൻ, ആ ഒരു സൗഖ്യത്തിലേക്ക് വളരണം, ആ ഒരു സമാധാനത്തിലേക്ക് വളരണം. കടപ്പാടുകളില്ലാതെ ബന്ധനങ്ങളില്ലാത്ത വിളിയാണ്, കാഴ്ചപ്പാടാണ്, അത് യാത്രയാണ്. പിതാവ് ഗുജറാത്തിയായ വേദപാരംഗതയാക്കിയിട്ട് പറഞ്ഞ ഹോമിലിയിൽ പറഞ്ഞ വിശുദ്ധമായ വചനങ്ങൾ ഇങ്ങനെയാണ്. അസിസി പുണ്യവാന്റെ കാലഘട്ടത്തിന് ശേഷം 20-21-ാം നൂറ്റാണ്ടിലെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പിതാവിന്റെ പിതൃത്വത്തിന്റെ പ്രവാചകയാണ് ആ പുണ്യവതി എന്നാണ്. അതായത് ദൈവത്തെ പിതാവേ എന്നാണ് അഭിസംബോധന നവമാലികയിൽ. പുണ്യവതിയുടെ സ്വയംകൃത ചരിത്രമാണ്, ഓട്ടോബയോഗ്രഫിയാണ് നവമാലിക, ദ സ്റ്റോറി ഓഫ് എ സോൾ ഇൻ ഇംഗ്ലീഷ്. അതായത് പുണ്യവതിയുടെ അത് ആ ചെറുപുഷ്പത്തിന്റെ ആ കൃതി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കോരിത്തിരിച്ചു പോകും. ഇത്ര ചെറുപ്പത്തിലെ ആ പെൺകുട്ടി അപ്പ എന്ന് വിളിച്ചാണ് എഴുതുന്നത്, എഴുത്തുകൾ മുഴുവൻ. എന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാണ്. ദൈവികമായ കാഴ്ചപ്പാട് വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഒരു പരിഭവം ഇല്ലാത്ത ഒരു മനോഭാവം. എന്ത് സംഭവിച്ചാലും എന്തുണ്ടായാലും ജീവിതത്തിലെ ഏത് തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായാലും ശരി, ജോസഫിനെ പോലെ ഇന്നത്തെ വായനയിൽ അതാണ്. നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചത് എന്തിനാണെന്ന് ജോസഫ് ചോദിക്കുന്നുണ്ട് ഈജിപ്തിലേക്ക്. എന്തിനാണ്? അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ മനാസയുടെ അനുഭവം. വേണമെങ്കിൽ ജോസഫിന്റെ മുമ്പിൽ പിച്ചച്ച പാത്രവുമായിട്ട് ധാന്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സഹോദരന്മാര് നേരത്തെ ചെയ്ത തനിക്കെതിരായി ചെയ്ത ക്രൂരതകൾക്ക് പകരം വീട്ടാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു സൗഖ്യത്തിന്റെ പൊരുളുണ്ട്. ആ പൊരുൾ ഇപ്രകാരമാണ് തിരുവചനത്തിൽ വായിച്ചെടുക്കുന്നത്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ദൈവം പ്ലാൻ ചെയ്തതാണ്. ഈ ദേശത്തുള്ളവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ദൈവം എന്നെ നേരത്തെ ഇങ്ങോട്ട് അയച്ചെന്നാ പറയും, നിങ്ങളെ ഉൾപ്പെടെ. അതാണ്, നിങ്ങൾക്ക് വിശപ്പടക്കാൻ ധാന്യം നൽകുന്നതിന് വേണ്ടി ദൈവം എന്നെ നേരത്തെ അയച്ച വഴികൾ വ്യത്യസ്തമായി. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ മുറിവുകളും അത് നമ്മുടെ കർമ്മമണ്ഡലത്തിലൂടെ, നമ്മുടെ സ്വാഭാവിക പ്രവണതകളിലൂടെ, മറ്റുള്ളവരിലൂടെ എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ മറ്റുള്ളവരാൽ ഏൽക്കപ്പെടുന്ന മുറിവ്, എൻ്റെ ജീവിതത്തിൽ സ്വതസിദ്ധമായി എനിക്ക് ലഭിച്ച മുറിവുകൾ, പോരായ്മകളൊക്കെ ദൈവത്തിനു മുമ്പാകെ ബാലന്റെ 2 അപ്പം പോലെ
ആ മത്സ്യം പോലെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ആശീർവദിക്കുകയും ഞാൻ ആയിരങ്ങൾക്ക് സൗഖ്യത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയി തീരുകയും ചെയ്യും. അതെ, ചെറുപുഷ്പത്തിന്റെ നവമാലിക വായിച്ച് മാനസാന്തരത്തിലേക്ക് വന്ന് ഒരുപാട് വൈദികരും സമർപ്പിതരും ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ തന്നെ. കാരണം ആ എഴുത്തിൽ സൗഖ്യത്തിന്റെ മഷിയുണ്ട്, ആ എഴുത്തിൽ സൗഖ്യത്തിന്റെ പൊരുളുണ്ടായി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പരിഭവമില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. 2 മക്കബായർ 8:18 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് എൻ്റെ പ്രിയ പ്രത്യാശ. നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രിയിൽ കണ്ണുകൾ തിരുമുമ്പാകെ അർപ്പിച്ച് വചനം വായിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വചനത്തിന്റെ അഗ്നി ഇറങ്ങും നമ്മളിലേക്ക്, വചനം സൗഖ്യമായി ഒഴുകും. അതെ, അത് മറക്കാതിരിക്കട്ടെ. 2 മക്കബായർ 8:18 നിരന്തരം വായിക്കും. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലിനി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന കർത്താവിലാണ് എൻ്റെ പ്രത്യാശ. സൗഖ്യത്തിന്റെ ആദ്യ പാഠമാണ്. ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടാകും. ജീവിക്കുന്നവനായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവത്തിലാണ് എൻ്റെ കണ്ണ്, ആ ദൈവത്തിലാണ് എൻ്റെ മനസ്സ്, ആ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. ഈ ഒരു ആഴമായ ബോധ്യവും തിരിച്ചറിവും അവബോധവും സൗഖ്യത്തിലേക്ക് എന്നെ നയിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതിന്റെ തുടർച്ചയായി എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്, ഞാനും നിങ്ങളുമൊക്കെ ചില ദിവസങ്ങൾ, ചില മണിക്കൂറുകൾ, ചില ആഴ്ചകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ ഇരുട്ടിലായി ജീവിക്കുന്നു. ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്ന് അമ്മ ത്രേസ്യയും യോഹന്നാൻ ക്രൂസും മദർ തെരേസയും ചാവറപിതാവും അൽഫോൻസാമയും ഒക്കെ ആത്മീയതയുടെ പടവുകൾ ചവിട്ടി കയറിയപ്പോഴും അവർക്കുണ്ടായിരുന്ന, അവരനുഭവിച്ച ഒരു ഇരുട്ടുണ്ട്, ഒരു ഡാർക്ക്നെസ് ഉണ്ട്. ഡാർക്ക്നെസ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. ആന്തരികമായ ഒരു ശൂന്യതയുണ്ട് നമുക്കൊക്കെ. ആന്തരികമായ പ്രകാശമില്ലാത്ത അവസ്ഥയുണ്ട്. നിരാശ, സ്വാർത്ഥത, ലക്ഷ്യമില്ലാത്ത ജീവിതം. ഇരുട്ടിനെ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിക്കുന്നത്, ബൈബിൾ വ്യാഖ്യാതാക്കള് പങ്കുവയ്ക്കുന്നത് ഇരുട്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്ന്, ലോസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ. അതെ, ലക്ഷ്യം നഷ്ടപ്പെട്ടതിനെ വിളിക്കുന്ന പേരാണ് ബൈബിളിന്റെ ഇരുട്ട്. നമുക്കറിയാം, യൂദാസ് ഇരുട്ടിലേക്ക് പോയെന്നാണ്. അതായത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം യൂദാസ് ഇരുട്ടിലേക്ക് പോയെന്ന എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ റൈറ്റ് ഡെസ്റ്റിനേഷൻ ലോസ്റ്റ്. അതെ, പത്രോസ് ഡെസ്റ്റിനേഷൻ ലോസ്റ്റ് ആയിരുന്നു, പക്ഷെ തിരിച്ചു വന്നു. തോമസ് ലീഗ ഡെസ്റ്റിനേഷൻ ലോസ്റ്റ് ആയിരുന്നു, പക്ഷെ തിരിച്ചു വന്നു. തിബേരിയസ് കടൽ തീരത്ത് പത്രോസും കൂട്ടരും മീൻ പിടിച്ചു. പകൽ അന്തിയോളം അധ്വാനം, രാത്രി മുഴുവൻ അധ്വാനം, ഒന്നും കിട്ടിയില്ല. ഒരു കുഞ്ഞാൻ പോലും കിട്ടിയില്ല. ചെറുമീൻ പോലും ഇല്ലായിരുന്നു. മുക്കുവരായി അവർക്ക് അത് ലഭിച്ചില്ല. കാരണം ലോസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ. ആന്തരികമായ പ്രകാശം നഷ്ടപ്പെട്ടു. ഡെസ്റ്റിനേഷൻ പോയെന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഈ ആന്തരിക സൗഖ്യം എന്നൊക്കെ പറയും, നമ്മൾ ധ്യാനിക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റൈറ്റ് ഡെസ്റ്റിനേഷൻ നമുക്കുണ്ടാകും. സ്പിരിച്വൽ ഡിസിപ്ലിൻ നമുക്കുണ്ടാകും. ഉദാശകളുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. വചനത്തിന്റെ അഗ്നി നമുക്കറിയണം. സർവശക്തനായ ദൈവത്തിലുള്ള പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും ശക്തി പ്രാപിക്കണം. നമ്മൾ വൈബ്രന്റ് ആയി മാറും. അതാണ് കർത്താവ് പറയുന്ന എപ്പോഴും. അതായത് പഴയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ വെക്കരുത്. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടത്തിൽ.
എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം എന്തായിരിക്കാം? ആന്തരികമായ പ്രകാശത്തിൽ ക്രിസ്തുവിന്റെ ചൈതന്യം തെളിയുകയും. അതെ, നമുക്കറിയാമല്ലേ, ഞാൻ ഇന്നലെ ഒരു കിടപ്പ് രോഗിയെ സന്ദർശിക്കാൻ പോയി, കുർബാനയ്ക്ക് കൊടുക്കും. നിരന്തരം എല്ലാ ദിവസവും ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന, 7 മണിക്ക് കുർബാനയ്ക്ക് 6:30 വന്ന് ജപമാലയും കരുണക്കുന്തയും ചൊല്ലി ഒരു വർഷങ്ങളോളം ജീവിച്ചു തീർന്ന പ്രായമായ ഒരു അപ്പച്ചൻ കിടപ്പായി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ വിശുദ്ധ കുർബാന കൊടുക്കാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ കിടക്കക്കരികില് അല്ലെങ്കിൽ ആ കിടക്കയിൽ കിടക്കുന്ന ആ ജ്യേഷ്ഠ സഹോദരനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആന്തരികമായി സൗഖ്യപ്പെട്ട ഒരു വ്യക്തി എപ്പോഴും ദൈവസ്തുതി പാടിയാണ് ആ കട്ടിലേക്ക് കിടക്കുന്നത്. ഞാന് സിസ്റ്റേഴ്സ് ഒത്ത് പോയി 10 മിനിറ്റ് സമയം പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി ആ മുറിയിൽ. എന്നിട്ടാണ് വിശുദ്ധ കുർബാന കൊടുത്തത്. ഞങ്ങളോടൊപ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ് കൈയടിച്ച് പാടുകയാണ്. ഇരുട്ടില്ലാത്തൊരു മനുഷ്യൻ, ആന്തരികമായി സൗഖ്യപ്പെട്ട ഒരു മനുഷ്യനാണ് ആന്തരികമായി. രാത്രി മുഴുവൻ ഈശോയെ എന്ന് ഉച്ചത്തിൽ വിളിച്ച് ജീവിക്കുവാണെന്ന് പറഞ്ഞു കുടുംബാംഗങ്ങൾ. നമുക്ക് ഇങ്ങനെ സൗഖ്യപ്പെടാത്തവര് പുലമ്പി ജീവിക്കും, പഴിചാരി ജീവിക്കും, അസ്വസ്ഥപ്പെട്ട് ജീവിക്കും, സൗഖ്യമില്ലാതെ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സഹോദരനെ എനിക്കറിയാം. അതായത് നാവ് ഇറങ്ങിപ്പോയി. നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ കരയുകയാണ്, എപ്പോഴും കരച്ചിലാണ്. കാരണം സൗഖ്യപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, സൗഖ്യപ്പെട്ട ഒരു ജീവിതം നയിക്കുക. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. സൗഖ്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? സൗഖ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ദി ആബ്സെൻസ് ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ് എന്നാണ്. ദൈവികമായ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നതാണ് ആബ്സെൻസ്. അല്ലെങ്കിൽ ആ ഒരു വികാരമാണ്, ആ ഒരു ഫീലിംഗ് ആണ്. അത് നഷ്ടപ്പെടാൻ ഞാൻ ഇന്നലെ പറഞ്ഞ ചില കാരണങ്ങളാണ്. പരിഭവം, വെറുപ്പ്, വിദ്വേഷം, അല്ലെങ്കിൽ സംതൃപ്തിയില്ലാത്ത ജീവിതം. ദൈവത്തിൽ എല്ലാ പ്രതീക്ഷയും സമർപ്പിച്ചുകൊണ്ട് അസിസി പറഞ്ഞില്ലേ, യു ആർ മൈ ഓൾ. അതായിരുന്നു പ്രാന്തപ്രദേശത്തിൽ ഓടി നടന്ന് പ്രസംഗിച്ചത്. ദൈവമേ, നീ എന്റെ സർവസ്വമാണ്. യു ആർ മൈ ഓൾ. എന്ത് സംഭവിച്ചാലും നീയാണ് എന്റെ സർവസ്വം. നിന്നിൽ എല്ലാ സമ്പന്നതയും. അതായത് കടബാധ്യതയിലുള്ളവർ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കടം കയറി മൂടുന്നുണ്ടെങ്കിൽ 70-ാം സങ്കീർത്തനം 70:5 വായിക്കണം. ആ തിരുവചനം എങ്ങനെയാണ്? 70:5 പ്രകാരമാണ്: ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എന്റെ അടുത്ത് വേഗം വരേണമേ, അങ്ങന്റെ സഹായകനും വിമോചകനുമാകണമേ, കർത്താവേ വേഗം വരേണമേ. ഇത് 1000 പ്രാവശ്യം എഴുതിയാലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടു, അങ്ങനെ എഴുതിയിട്ടുണ്ട് മറ്റു വ്യക്തികൾ. കടബാധ്യതകൾ മാറിയിട്ടുണ്ട്. എന്റെ അനുഭവം വെച്ച് പറയുകയാണ്. അപ്പോഴ് ഇങ്ങനെ ആ ഒരു പരിപൂർണ ആശ്രയ ബോധത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആബ്സെൻസ് ഓഫ് ഗാഡ്സ് പ്രസൻസ് നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. ഇരുട്ട് മാറിക്കൊണ്ടിരിക്കും. ഇലമൊഴിയും കാലങ്ങൾക്കപ്പുറം എന്നുള്ള കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിലിരുന്ന് ആലപിക്കും. അതെ, കണ്ണുനീരിനപ്പുറം ഒരു പുഞ്ചിരിയുണ്ട്, കാർമേഘത്തിനപ്പുറം ഒരു പ്രകാശമുണ്ട്. അത് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ. തിരമാലകൾക്ക് അപ്പുറം ഒരു ശാന്തതയുണ്ട്. അതായത് ആബ്സെൻസ് ഓഫ് ഗോഡ് മാറി പരിപൂർണമായ പ്രകാശത്തിലേക്ക് ഞാൻ വരും. മറ്റതെന്നറിയും, വീണ്ടും ഇരുട്ടെന്നിൽ വരാനുള്ള കാരണം ദി ആബ്സെൻസ് ഓഫ് ലവ്, ഹോപ്പ് ആൻഡ് ലൈഫ്. പ്രതീക്ഷയും സ്നേഹവും വൈബ്രന്റായ ലൈഫും എന്നിൽ നിന്ന് പടിയിറക്കുമ്പോൾ ഈ ആബ്സെൻസിലാണ്, ഈ ഒരു ഇരുട്ടിൽ ഞാൻ ജീവിക്കുകയാണ്. പിന്നെ മറ്റൊരു കാരണം ഈ ബന്ധങ്ങളിലുള്ള ശൂന്യതയാണ്. പ്രിയപ്പെട്ടവരെ, ലൗറി എന്ന് പറയുന്ന പ്രസിദ്ധിയായ ഒരു എഴുത്തുകാരി
ഈശോയെ പറ്റി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ബെസ്റ്റ് സെല്ലർ അമേരിക്കയിൽ, ജീസസ് ഇൻ ദ ബ്ലൂ ജീൻസ്. അതിനകത്ത് ആ എഴുത്തുകാരി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. യേശുവിന്റെ ജീവിതത്തിന്റെ വിജയത്തിന് 3 കാരണങ്ങളുണ്ട്. ഞാനതിപ്പോ ഇവിടെ പറയുന്നില്ല. ഒരു കാരണം ഞാൻ പറയും, അവരുടെ വിലയിരുത്തൽ, ബന്ധങ്ങളിലൂടെ ഉറപ്പുന്നവർ. അതായത് നല്ല ബന്ധങ്ങൾ ഉള്ളവനായിരുന്നു. അത് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും വായിച്ചാൽ എത്രയോ വ്യക്തികളെയാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതത്തെ റീസ്റ്റോർ ചെയ്തു. അതിന്റെ കാരണം ഈശോ രാത്രി കാലങ്ങളിൽ പിതാവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ആന്തരികതയുടെ പ്രകാശമുണ്ടായിരുന്നു. അതെ, ആന്തരികതയുടെ പൂവിടലുണ്ടായിരുന്നു. ബ്ലോക്കില്ലായിരുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളുമൊക്കെ നല്ല ബന്ധങ്ങളുടെ വ്യക്തികളായി തീരണം. സ്വാർത്ഥതയില്ലാതെ, ബിസിനസ് ഇല്ലാതെ, കച്ചവട മനോഭാവമില്ലാതെ. തലയിൽ കച്ചവട മനോഭാവമില്ലെങ്കിൽ ആന്തരികത ശക്തമാകും. പണത്തിനും പ്രൗഢിക്കും സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി പരക്കം പായുമ്പോൾ ജീവിതത്തിൽ ആന്തരികത നഷ്ടപ്പെടും. ആന്തരികതയുടെ ബലം പോകും. അവിടെയാണ് നമ്മുടെ ഉള്ളിൽ പക്വതയില്ലാത്ത ശുഷ്കമായ അവസ്ഥയുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് നട്ടലില്ലാത്ത ആന്തരികത എന്ന്. ആന്തരികതയ്ക്ക് ഒരു ബലമുണ്ടാവണം. എന്തു നഷ്ടപ്പെട്ടാലും, എനിക്ക് പൊട്ടക്കിണറ്റിൽ ഞാൻ തള്ളപ്പെട്ടാലും, തെറ്റിദ്ധരിക്കപ്പെട്ടാലും, കുതികാല് വെട്ടിയാലും, 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ മാതാപിതാക്കൾ ഇറക്കി വിട്ടാലും, മക്കള് പടിയിറക്കി വിട്ടാലും ഒക്കെ എനിക്ക് ബലം നൽകുന്ന, എനിക്ക് എന്റെ ഉദ്ധിതൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രത്യാശ, അത് ജീവിക്കുന്ന പ്രത്യാശ, അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ നന്നായിരിക്കാൻ, എന്റെ ബന്ധങ്ങൾ ശക്തമാകാൻ എന്താ ചെയ്യേണ്ടത്? സ്വാർത്ഥതയില്ലാതെ ഉള്ളത് പങ്കുവയ്ക്കുക, പുഞ്ചിരി തൂക്കുക, കുശലാന്വേഷിക്കുക, വിസിറ്റ് ചെയ്യുക, ഫോൺ വിളിക്കുക, വചനത്തിലൂടെ ജീവിക്കുക, മറ്റുള്ളവർക്ക് പാടുള്ള നന്മ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ആന്തരികത വളരുന്നത്. ആന്തരികതയുടെ ബ്ലോക്ക് മാറുന്നു. നാം ഈശോയുടെ ഹൃദയം എന്നിലേക്ക് വരുന്നു. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ജൂൺ മാസത്തിലും ഈശോയുടെ തിരുഹൃദയ പ്രാർത്ഥനയിൽ, ഈശോയുടെ തിരുഹൃദയമേ, നിന്റെ ഹൃദയം പോലെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണമേ എന്ന്. ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? അൽഫോൻസാമ നിരന്തരം രാവിലെയായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, കർത്താവേ, വ്യർത്ഥമായ സ്തുതിമോഹങ്ങളിൽ നിന്നും പ്രശസ്തിക്ക് വേണ്ടിയുള്ള എന്റെ ദാഹത്തിൽ നിന്നും എന്നെ നീ നിന്റെ ഹൃദയത്തിലെ ഒരു പൊരിയാക്കി തീർക്കണമേ എന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ ആന്തരിക പൂവിടൽ. ബ്ലോക്കില്ലാത്ത അവസ്ഥ, ആന്തരിക സമാധാനം അതാണ്, സൗഖ്യം അതാണ്. രോഗങ്ങൾ സുഖപ്പെടുന്നത് മാത്രമല്ല, ഞാനും നിങ്ങളും ഈഗോയ്ക്ക് കോടാലി വെക്കണം. അതെ, നമുക്കെല്ലാം കുടുംബത്തിലും സന്യാസത്തിലും പൗരോഹിത്യത്തിലും വളരെ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾ ഇന്ന് വളരുന്നതും ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡിലൂടെ. ഞാനോ നീയോ. ശ്രാപകനാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. എന്റെ ഉള്ളിൽ ദൈവം വളരണം, ദൈവിക ചൈതന്യം വളരണം എന്ന് പറഞ്ഞാൽ എളിമയുള്ള ഒരു മനോഭാവം, ഈഗോ ഇല്ലാത്ത വ്യക്തിത്വം. നമുക്കറിയാം, ഇടവക കൂട്ടായ്മയിൽ ഈഗോയിസം പലപ്പോഴും. നമ്മുടെയൊക്കെ അജപാലന ശുശ്രൂഷകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ തകർക്കപ്പെടുന്ന പൈശാചികതയിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് ഈഗോയാണ്. കൃപ ചെവിയാത്തത് അതിൻ്റെയാണ്. പരിശുദ്ധ കുർബാന എന്താ? ഈഗോയ്ക്കെതിരായ മറുമരുന്നാണ്. അപ്പമായി തീരുന്നത് വരെ അവിടുന്ന് ചെറുതായി. ഒരു വ്യക്തിയുടെ ആത്മീയത അളക്കുന്നത് എന്താ? എത്രമാത്രം വിനയമുള്ളവരാണെന്നുള്ളത്. അതെ, ഞാൻ റോമിൽ പഠിക്കുമ്പോൾ വർക്കി വിധേയത്തിൽ പിതാവ് കർദിനാളായതിനു ശേഷം ഞങ്ങൾക്കൊക്കെ ഒരു ടോക്ക് തന്നു. അതിനകത്ത് പറഞ്ഞ ഒരു സെന്റൻസ്
ഇന്നും ഞാൻ മായാതെ മനസാക്ഷി സൂക്ഷിച്ചിട്ടുണ്ട് എന്റെ മനസ്സിൽ. അദ്ദേഹം എളിമയുടെയും വിനയത്തിന്റെയും ആൾരൂപമാണ്. അദ്ദേഹവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: കൊച്ചിയിലെ രാജകുമാരനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ ഇൻവേർട്ടഡ് കോമായി. പക്ഷേ ദൈവത്തിനു മുമ്പാകെ കൊച്ചിയിലെ ഒരു യാചകനും ഞാനും ദൈവത്തിനു മുമ്പാകെ ഈക്വലാണ്. ഈ ഒരു വെളിപാടാണ് പ്രിയപ്പെട്ടവരെ ആന്തരികതയുടെ പൂവിടൽ എന്ന് പറയുന്നത്. അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തകരാനുള്ള കാരണം എന്താ? ഭാര്യ ഭർത്താക്കന്മാർക്ക് വിശ്വസ്തത നഷ്ടപ്പെടുന്ന എന്താ? ഇന്ന് ഡിവോഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ? ഈഗോയാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും ഈഗോയിസ്റ്റിക് ആയി മാറാറ്. കാരണം ഉള്ളു ക്ലിയർ ആയിട്ട്, ആന്തരികത വിശുദ്ധീകരിച്ചിട്ട്, ഞാൻ ഉൾപ്പെടെയാ ഞാൻ പറയുന്നത്. നമ്മൾ കുരിശിനെ നോക്കി പറയേണ്ടത് എന്താ? ദൈവമേ, എന്റെ ഉള്ളിനെ വിശുദ്ധീകരിക്കണം, എന്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണം. അവരന്റെ വളർച്ചയിൽ എന്തുകൊണ്ടാണ് ഞാൻ ഉള്ളു കടിക്കുന്നത്? കാരണം എന്റെ ആന്തരികത ക്ലിയർ ആയി. ഇതൊക്കെയാണ് ഈ ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്. അതെ, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കുറെ ഇവാലുവേഷന് വിധേയമാകും. ഞാൻ ശരിയാണോ എന്ന് ചിന്തിക്കണം. എന്റെ യാത്രയിൽ മറ്റുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുന്നു. അത് വചനപ്രഘോഷണ വേദികളാകാം, അജപാലന ശുശ്രൂഷകളാകാം. കർത്താവ് പറഞ്ഞ എന്താ നമ്മളോട്? നിങ്ങളോട് ആരെങ്കിലും 1 മൈൽ പോകാൻ ചോദിച്ചാൽ 2 മൈൽ പോകണം. 2 മൈൽ പോകാൻ വിളിക്കപ്പെട്ടവരുടെ വിളിയാണ് ക്രൈസ്തവികത. മറക്കരുത്. എനിക്ക് പാടുള്ള പോലെ അവരിനെയും കൂട്ടിക്കൊണ്ടു പോകുക. അത് ആര് തന്നെ ആയാലും ആവശ്യക്കാരന്റെ മുമ്പിൽ ഔചിത്യമില്ലാതെ ഇടപെടാൻ പറ്റും. ഇതാണ് ഈ 2 മൈൽ എന്ന് പറയുന്നത്. ഈഗോ ഇല്ലാതെ ഇറങ്ങി വന്ന് ഒരു പരിധി വരെയെങ്കിലും. പുൽക്കൂട് എന്ന് പറയുന്നത് ഈഗോലെസ് ഷെൽട്ടർ എന്നാണ് വിളിക്കുന്നത്. അതെ, ദൈവത്തിന്റെ ഈഗോ ഇല്ലാത്ത ഇടത്തിന് വിളിക്കുന്ന വെളിപാടിന്റെ ഇടമാണ് പുൽക്കൂട്. അത് തന്നെയാണ് ബലിപീഠവും. എല്ലാ ദിവസവും ഒരു തളികയിൽ അപ്പവും വീഞ്ഞുമായി ഇറങ്ങുകയാണ് നമ്മുടെ മുമ്പിൽ. ഈഗോ ഇല്ല. നമ്മളൊക്കെ ഗർവിന്റെയും അഹങ്കാരത്തിന്റെയും ഈഗോയുടെയും അവരുടെ വളർച്ചയിൽ വേദനിക്കുന്നവരുടെയും ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. നമുക്ക് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ മുമ്പിലിരുന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, എന്റെ ആന്തരികതയെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈഗോ, സെൽഫിഷ്നെസ്, ഞാനെന്ന ഭാവം, ആർത്തി, എനിക്ക് മാത്രം മതി, ഇങ്ങനെ നീളുന്നതെല്ലാം ആന്തരികതയുടെ പക്വതയില്ലാത്ത അവസ്ഥയാണ്. ഈയിടെ എന്നെ ഒരു ചേച്ചി കാണാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, 2 ഹൈന്ദവ സഹോദരികള് പ്രാർത്ഥിക്കാനായി മിനിങ്ങാന്ന് പള്ളി വന്നപ്പം പറഞ്ഞത്, അച്ഛാ സന്ധ്യയാവുക, വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. 2 വലിയ എസ്റ്റേറ്റ് ഉടമകളുടെ ഇടയിലൂടെ 3 ഫൂട്ടിലുള്ള വഴിയിലൂടെ നടന്നു പോവുകയാണ്. പല പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു, ഒരു സ്കൂട്ടർ പോകാൻ കുറച്ച് സ്ഥലം തരുമോ? 2 പേർക്കും ഉണ്ട് കണ്ണത്താ ദൂരത്ത് സ്ഥലം. 2 പേരും ക്രൈസ്തവരാണെന്നുള്ളത്. ആന്തരികത ഡെവലപ്പ് ചെയ്തിട്ട്, ആന്തരികത വിശുദ്ധീകരിക്കപ്പെട്ട്. പ്രിയപ്പെട്ടവരെ, കുർബാനി എന്ന് പറയുന്നത് ആരാധന നടത്തുക മാത്രമല്ല, ഇതെന്റെ ജീവിതത്തിൽ ഇറങ്ങണം, എന്റെ ആന്തരികമായി സൗഖ്യപ്പെടണം. ഇതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കുറെ കൂടെ വിശാലമായി ജീവിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെയാണ് ആന്തരികതയിൽ ജീവിക്കേണ്ടത്. പ്രാർത്ഥനയും സ്തുതിപ്പും മാത്രമായിരിക്കരുത്. ജീവിതത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് ജീവിക്കുവാനും പറ്റണം. എന്റെ പോക്ക് ശരിയാണോ? ഞാൻ കുറെ കൂടെ ബന്ധങ്ങൾ ഉണ്ടാവണ്ടേ? ഞാൻ കുറെ കൂടെ ഈഗോ ഇല്ലാത്ത ജീവിതം നയിക്കണ്ടേ? അവരിന് ഇടം കൊടുക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ടാകണ്ടേ? മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുന്ന, ഹൃദയത്തിലും ജീവിതത്തിലും കുറെയൊക്കെ ഇല്ലായ്മകളിൽ ഉള്ളവർക്ക് ഇടം കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ആന്തരിക സൗഖ്യം. അതാണ് ക്രിസ്തു ജീവിതം, അതാണ് കുർബാന, അതാണ് തിരുവചനത്തിന്റെ ഉൾപ്പൊരുൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. കുർബാനയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ബ്രദറിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു.
ഈ കുർബാനയിലേക്ക് ബ്രദറിന്റെ ധ്യാനത്തിന്റെ നേതൃത്വത്തെ സമർപ്പിക്കുന്നു. പോൾ ബ്രദറിനെയും സമർപ്പിക്കുന്നു. ആന്റണി ബ്രദറിനെയും സമർപ്പിക്കുന്നു. എനിക്ക് അവസരം നൽകിയതിന് നന്ദി പറയുന്നു. അവിടുത്തെ ആശീർവാദവും കൃപയും സൗഖ്യവും വേദനിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനിക്കുന്നവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് രാത്രിയിൽ അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ മാനസാന്തരം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെ മാനസാന്തരം, ഈ ഇടവക കുടുംബത്തിലെ എല്ലാ കുടുംബങ്ങളിലേക്കും, എന്റെ വ്യക്തിപരമായ കുടുംബാംഗങ്ങളിലേക്കും, എന്റെ പൗരോഹിത്യത്തിലേക്കും കർത്താവിന്റെ കൃപ ചൊരിയാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും ഈ ധ്യാന ടീമിലെയും ഈ ധ്യാന പ്രോഗ്രാമിലേക്കും ഒഴുകി ആന്തരിക സൗഖ്യമുള്ളവരായി തീരട്ടെ. കർത്താവെ, ഇന്ന് രാത്രിയിൽ കുർബാന കൊണ്ടും വചനം കൊണ്ടും അഭിഷേകം ചെയ്യണമേ. അമ്മയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ. സകല വിശുദ്ധരുടെയും മധ്യസ്ഥം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.